തലതിരിഞ്ഞ ബിസിനസ് ചിന്തകളാണിന്ന്. 1998 ടാറ്റ മോട്ടോഴ്സ് ആദ്യമായി പാസഞ്ചർ കാറുകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. 1999 ടെക്സാസിൽ പോയി അമേരിക്കൻ കാർ ഭീമനായ ഫോർഡുമായി ഒരു ടെക്നിക്കൽ ടൈഅപ്പിന് രത്തൻ ടാറ്റ ശ്രമിച്ചു. നിങ്ങൾ ഈ പാസഞ്ചർ കാറുകളുടെ കാറ്റഗറിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരല്ല എന്ന് പറഞ്ഞ് ഫോർഡിൻ്റെ ബോസ് ബിൽ ഫോർഡ് രത്തനെ കളിയാക്കി വിട്ടു. മനസ്സിൽ മുറിവേറ്റ രത്തൻ ടാറ്റ 2008 ഫോർഡിൻ്റെ മികച്ച ബ്രാൻഡുകളായ ലാൻഡ് റോവറും ജഗ്വാറും കാശ് കൊടുത്ത് വാങ്ങി ആണ് പ്രതികാരം ചെയ്തത്. അന്ന് രണ്ട് ബ്രാൻഡുകളും കടുത്ത നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഫോർഡ് അവയെ വിൽക്കാൻ വെച്ചിരുന്നത്. 2008 നഷ്ടത്തിലായിരുന്ന ഈ രണ്ട് ബ്രാൻഡുകളും ഒറ്റ വർഷം കൊണ്ട് 600 കോടി ലാഭത്തിലെത്തിക്കാൻ അന്ന് രത്തൻ ടാറ്റയ്ക്ക് കഴിഞ്ഞു. ആ പ്രൊഡക്റ്റുകളുടെ ടെക്നിക്കൽ എക്സലൻസിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിലെ മൂന്നാമത്തെ കാർ കമ്പനിയായി ഇന്ന് വളർന്നത്. നിങ്ങളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുക? റഫറൻസുകളാണ് ഏറ്റവും പ്രധാനം. നാം കാർ ഉപയോഗിക്കുന്നവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കും. പിന്നെ പരസ്യങ്ങൾ നോക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട പരസ്യത്തിൽ നിന്നും മറ്റാളുകളുടെ അഭിപ്രായത്തിൽ നിന്നും ഒരു കാർ തിരഞ്ഞെടുക്കും. ഇന്ത്യയിലെ കാർ ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം നോക്കിയാൽ കാർ നിർമ്മാതാക്കളെ നമുക്കിങ്ങനെ തരംതിരിക്കാം. മാരുതി മെയിൻ്റനൻസ് ഏറ്റവും ചെലവ് കുറവുള്ള കാറാണ്. ഹുണ്ടായി കൊറിയൻ കാറാണ്, ടെക്നിക്കലി മാരുതിയേക്കാൾ ഭേദപ്പെട്ടതാണ്. വോക്സ് വാഗൺ ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെ പര്യായമാണ്. ഏറ്റവും ലക്ഷറിയസായ കാർ ബെൻസാണ്. ഡ്രാക്കുളയും മറ്റ് പ്രേതപിശാചുക്കളും ഉപയോഗിക്കുന്ന ഒരു കാറും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. സെൽറ്റോസ് എന്നാണ് അതിൻ്റെ പേര്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറാണ് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ കാർ എന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നവർ പറയുന്നു. കാർ അപകടത്തിൽപ്പെട്ടാൽ യാത്രക്കാർക്ക് വലിയ പരിക്കുകൾ ഉണ്ടാകാത്ത ഏക കാർ ഇപ്പോൾ ടാറ്റയുടേതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കാറുകളെ പരസ്യങ്ങൾ നോക്കിയും ആളുകളുടെ അഭിപ്രായം നോക്കിയും നമുക്കിങ്ങനെ നിർവചിക്കാം. മാരുതി ലോ കോസ്റ്റ്, ഹുണ്ടായി കൊറിയൻ ടെക്നോളജി, ബെൻസ് ലക്ഷറി, ഫോക്സ് വാഗൺ ജർമ്മൻ എഞ്ചിനീയറിംഗ്, പരേതാത്മാക്കളുടെ കാർ സെൽറ്റോസ്, കോസ്റ്റ്ലി കാർ ടൊയാറ്റോ, ടാറ്റ സുരക്ഷിതമായ ഇലക്ട്രിക് കാറുകൾ. കമ്പനികൾ തങ്ങളുടെ പുറത്തിറക്കുന്ന പ്രൊഡക്റ്റിന് ഒരു ഗുണവിശേഷം നൽകും. അതിന് USP എന്നാണ് പറയുന്നത്, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണം. കല്യാണത്തിന് മുമ്പ് പെണ്ണിൻ്റെ അപ്പൻ ചെറുക്കനോട് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിൻ്റെ ഗുണങ്ങളാണ് USP. എന്നാൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കുന്നവൻ ആ ഉൽപ്പന്നത്തെ വിലയിരുത്തി പറയുന്നതാണ് പെർസെപ്ഷൻ. കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം ആകുമ്പോഴേക്കും ഭാര്യയെ പറ്റി ഭർത്താവിന് തോന്നുന്ന അഭിപ്രായമാണ് പെർസെപ്ഷൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കമ്പനി പറയുന്ന ഗുണം USPയും ഉപയോഗിക്കുന്നവന് ബോധ്യപ്പെടുന്ന ഗുണം പെർസെപ്ഷനുമാണ്. പെർസെപ്ഷനും USPയും ഒന്നായി മാറുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഒരു സൂപ്പർ ഹിറ്റാകും. ഉദാഹരണത്തിന് പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞ പെണ്ണിൻ്റെ ക്വാളിറ്റിയും ഭർത്താവിന് ബോധ്യപ്പെട്ട പെണ്ണിൻ്റെ സ്വഭാവവും ഒന്ന് തന്നെയാണെങ്കിൽ അത് ഉത്തമമായ ഒരു കുടുംബത്തിന് കാരണമായി മാറും. തമ്മിലുള്ള അടി വളരെ കുറവായിരിക്കുമെന്ന് ചുരുക്കം. ഉദാഹരണ സഹിതം പറയാം. യൂണിലിവർ കമ്പനി ലെക്സ് സോപ്പ് സൗന്ദര്യ സോപ്പായിട്ടാണ് പുറത്തിറക്കിയത്. ലെക്സ് ഉപയോഗിച്ച് കുളിക്കുന്ന ഒരു സ്ത്രീക്ക് തങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചു എന്ന് തോന്നുന്നെങ്കിൽ കമ്പനി വിജയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ ഹിറ്റാകുന്നത്. എന്താണ് ടാറ്റ തങ്ങളുടെ കാറുകളെ പറ്റി പറയുന്നത്? ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറുകൾ എന്നാണ് അവർ പറയുന്ന പ്രധാന ഗുണം. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഉപഭോക്താക്കൾ ടാറ്റ മോട്ടോഴ്സ് കാറുകളെ ഇപ്പോൾ കാണുന്നത് ഏറ്റവും സുരക്ഷിതമായ കാറുകൾ എന്ന നിലയിലാണ്. ഇവിടെ കമ്പനി പറയുന്ന ഗുണം ജനത്തിന് വലിയ മഹത്വമായി തോന്നുന്നില്ല. ജനത്തിന് ബോധ്യപ്പെടുന്നത് മറ്റൊരു ഗുണമാണ്. ഞാൻ രാവിലെ കാറിലേക്ക് കയറി യാത്ര പോയാൽ പിന്നെ പോയ പോലെ തിരിച്ച് വീട്ടിലെത്തും എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കാൻ ടാറ്റയുടെ കാറുകളുടെ ഇതുവരെയുള്ള പെർഫോമൻസ് വാർത്തകളിലൂടെ ഇന്ത്യൻ കസ്റ്റമേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാത്രമാണ്: ഞങ്ങളുടെ കാറുകൾ സുരക്ഷിതത്വത്തിന് ഒരു പര്യായ പദമാണ്. വേറെ 1000 കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. യാത്രക്കാരൻ്റെ തടി ഉറപ്പാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അവൻ ചെയ്തോളും. ടാറ്റ കാറുകളുടെ പരസ്യമായി കാണിക്കേണ്ടത് ഒരു ശവപ്പെട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന കസ്റ്റമറേയും ടാറ്റ കാറിലേക്ക് കാലെടുത്ത് വെക്കുന്ന കസ്റ്റമറേയും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പരസ്യമാണ്. രത്തൻ ടാറ്റയും
അവരുടെ കമ്പനിയും മാന്യന്മാരായതുകൊണ്ട് അങ്ങനെ ഒരു പരസ്യം ഇറക്കുന്നില്ല എന്ന് നമുക്ക് കരുതാം. എന്താണ് മാരുതി കാറിൻ്റെ പ്രത്യേകത? സർവീസും മറ്റും പിന്നീട് വരുന്ന ചെലവുകളും വളരെ കൂടുതലല്ല എന്നതാണ് മാരുതി കാറിൻ്റെ പ്രത്യേകത. സർവീസിനും മറ്റും വളരെ കുറഞ്ഞ ചെലവുകൾ മാത്രമേ മാരുതി കാറുകൾ സൃഷ്ടിക്കാറുള്ളൂ. എന്നാൽ ആ കാറുകൾ എവിടെയെങ്കിലും ഒന്ന് അപകടത്തിൽപ്പെട്ടു എന്ന് ചിന്തിക്കുക. തമിഴ്നാട്ടുകാരൻ്റെ നല്ലെണ്ണപ്പാട്ട ചവിട്ടി ഒടിച്ച് മടക്കാൻ കഴിയുന്നത് പോലെ കാർ ചുരുണ്ടുപോകും. അതിലിരിക്കുന്നവൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? മാരുതിയെ മറികടക്കാനുള്ള ആയുധം ടാറ്റ മോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവരത് പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രം. ഒരു ടാറ്റ കാറിൻ്റെ അപകട ദൃശ്യം ഓർമ്മ വരുന്നു. എൻജിൻ ഭാഗം മുഴുവൻ തകർന്നു തരിപ്പണമായെങ്കിലും ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് യാതൊരു കുഴപ്പവുമില്ലാത്ത ഒരു ചിത്രമാണ് അത് നൽകിയിരുന്നത്. അതായത് കാർ ഉപയോഗിക്കുന്നവൻ മനസ്സിലാക്കേണ്ടത് താങ്കൾ സ്വന്തം കാറിലേക്കാണ് രാവിലെ കാലെടുത്ത് വെക്കുന്നത്, അല്ലാതെ ശവപ്പെട്ടിയിലേക്ക് അല്ല എന്ന്. ഇത് എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് പറയാത്തത് എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റീൽ കമ്പനി ടാറ്റയുടേതാണ്. അവിടെ നിർമ്മിക്കുന്ന ഏറ്റവും മികച്ച സ്റ്റീൽ ഉപയോഗിച്ചാണ് തങ്ങളുടെ കാർ നിർമ്മിച്ചത് എന്നുകൂടി ടാറ്റ പറഞ്ഞാൽ സുരക്ഷിതത്വത്തിൻ്റെ അവസാന വാക്ക് എന്നൊരു ഗുണം കൂടി കാർ വാങ്ങാൻ ഇരിക്കുന്നവന് തീർച്ചയായും ബോധ്യപ്പെടും. കാർ യാത്രയിൽ അപകടം സംഭവിച്ചാൽ യാത്ര ചെയ്യുന്നവന് യാതൊരു പരിക്കും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുക ഏതൊരു കാർ ബ്രാൻഡിൻ്റെയും പ്രധാന ജോലിയാണ്. തങ്ങളുടെ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത നാട്ടുകാരോട് പറയാൻ ടാറ്റ എന്തിനാണ് മടിക്കുന്നത്? ടാറ്റ കാറുകൾ എല്ലാം തന്നെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളവയാണ്. കുട്ടികളുടെയും വൃദ്ധരുടെയും സുരക്ഷയുടെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സുരക്ഷിതത്വം ഓഫർ ചെയ്യുന്നതും ടാറ്റ കാറുകളാണ്. വാൽകഷ്ണം. തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒളിപ്പിച്ചു വെച്ച് ഒരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കാർ വിൽക്കാൻ നടക്കുന്ന ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടുകയാണ് ഏറ്റവും നല്ലത്.